സദൃശവാക്യങ്ങളുടെ പുസ്തകം 31 അധ്യായത്തിന്റെ 10 തിരുവചനം. 31 അധ്യായത്തിന്റെ 10 തിരുവചനം ഇന്ന് പകൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വായിച്ചാട്ടെ. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ആയി തുറന്നു, മുത്തുകളിലും ഏറും. നല്ല അനുഗ്രഹിക്കപ്പെട്ട മെതുവേലിന്റെ മകന്റെ ഒരു വചനമെന്ന് അതിൻ്റെ 31 തുടക്കം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് പറയാം, ഈ ബൈബിളിനകത്ത് ഒരുപാട് സഹോദരിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും, സഹോദരന്മാരെയും കാണാനായിട്ട് സാധിക്കും. എന്നാൽ പല വെറൈറ്റികളായിട്ടുള്ള, പല ഗ്രൂപ്പുകളായിട്ടുള്ള മനുഷ്യരെ, സഹോദരി അല്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇവിടെ സദൃശവാക്യത്തിൽ 31 എഴുതിയിരിക്കുന്ന സാമർഥ്യമുള്ള ഭാര്യ. എല്ലാവരും പറഞ്ഞ് സാമർഥ്യമുള്ള ഭാര്യ. അവർക്ക് പറഞ്ഞ് സാമർഥ്യമുള്ള ഭാര്യ. ഇനി മറ്റൊരു കൂട്ടർ നോക്കാം. ചില ഗ്രൂപ്പുകൾ നമുക്ക് നോക്കിയിട്ട് ഈ ഭാഗത്തിലേക്ക് ഓടി വരാം. നമുക്ക് 14 അധ്യായത്തിന്റെ 1 വാക്യത്തില് 2 കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. 14 അധ്യായത്തിന്റെ 1 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 കൂട്ടരെ കാണാൻ പറ്റും. ഒന്ന് വായിച്ചാട്ടെ. ജ്ഞാനമുള്ളവൾ. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ജ്ഞാനമുള്ളവൾ. അവൾ എന്ത് ചെയ്യും? അവളുടെ വീട് പണിയും. അടുത്ത് 3 കൂട്ടരാണ് ഭോഷത്വമുള്ള സ്ത്രീ. സ്വന്തം കൈകളാൽ തന്നെ വീടിനെ കെട്ടിപ്പൊക്കുന്നതെല്ലാം സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയും. അതൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ എത്ര ഗ്രൂപ്പായി? 3 കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കൂട്ടരെ നമുക്ക് ബൈബിളിനകത്ത് കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ 11 പറയുന്ന അവിടെ 2 കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പകലിൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് ഗ്രൂപ്പിലാകണം എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഏത് ഗ്രൂപ്പിലാണ് ആകേണ്ടത്? ഇത് ജ്ഞാനത്തിന്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഭോഷത്വത്തിന്റെ ഗ്രൂപ്പിലോ സാമർഥ്യത്തിന്റെ ഗ്രൂപ്പിലോ എവിടെയാണ് ഞാൻ ആകേണ്ടത്? നമുക്കറിയാം, പല പല ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് ലോകത്തിൽ പല 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 തരത്തിലുള്ള പല ഗ്രൂപ്പുകളുണ്ട്. നമുക്കിന്നൊരു സഭയെടുത്താൽ പോലും ഗ്രൂപ്പുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവകൃപയാൽ ആശ്രയിച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. നമ്മൾ ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പ് യേശുവിൻ്റെ കൂട്ടം എന്ന് മാത്രം പറയാൻ ദൈവം നമ്മെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ രംഗത്തിലും പല ഗ്രൂപ്പുകളുണ്ട്. നമുക്കറിയാം, ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത് പല ഗ്രൂപ്പുകളാണ്. ഇവിടെ പറയുന്നത് ജ്ഞാനമായവൾ, അപ്പോൾ അതൊരു ഗ്രൂപ്പാണ്. അടുത്ത ഭോഷത്വമായവൾ, അടുത്തൊരു ഗ്രൂപ്പാണ്. സാമർഥ്യമുള്ളവൾ, അതൊരു ഗ്രൂപ്പാണ്. ഇനി അടുത്ത ഗ്രൂപ്പിന് നമുക്ക് നോക്കാം. 2 ഗ്രൂപ്പിനെ അടുത്ത് പരിചയപ്പെടാം. 32 അതിന്റെ 11 തിരുവചനം. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീ സഹോദരികൾ. മക്കളെ, സ്വൈര്യമായിട്ടിരിക്കുക. ആകാശം ഇടിഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞാലോ, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാലോ, കാഹളം ധ്വനിച്ചു എന്ന് പറഞ്ഞാലോ ഒരു കുലുക്കമില്ല. കാരണം സ്വൈര്യമായിട്ടങ്ങ് ഇരിക്കുക. അവർക്കൊന്നും അറിയണ്ട, യാതൊന്നും അറിയണ്ട. വീട്ടുകാര്യമാകട്ടെ, അത് സഭയുടെ കാര്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, സ്വൈര്യമായിട്ട് അവരങ്ങ് ഇരിക്കുക. അവരാര് ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അങ്ങനെ ഒരു കൂട്ടര്. അടുത്ത കൂട്ടരെ കുറിച്ച് പറയുന്നു. അടുത്ത് വായിച്ച്. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ. അവരൊക്കെ പറഞ്ഞേ, അടുത്ത ഗ്രൂപ്പ് ഏതാ? 5 ഗ്രൂപ്പാണത്. ചിന്തയില്ലാത്ത, ഒരു ചിന്തയില്ല. നാളെയെക്കുറിച്ചൊരു ചിന്ത വേണ്ട, നമുക്കത് വേണ്ട. നാളെയെക്കുറിച്ചൊരു ചിന്ത വേണ്ട. ഭക്തൻ പാടുന്ന ഭാവിയെല്ലാം തൻ കയ്യിലെന്ന് ഓർത്തത് കൊണ്ട് നാളെയെക്കുറിച്ച് എനിക്കൊരു ആകുലവും വേണ്ട. ഞാൻ എഴുതിയ പാട്ടിന്റെ കൊച്ചുമ്പോൾ പാടിയത് കേട്ടു. നാളെയെ ഓർത്തിനി ആകുലം വേണ്ട,
നാളത്തെ ദിനം അതു നമുക്കുള്ളതൽ. അങ്ങനെ വേണ്ട, ആ ചിന്ത വേണ്ട. പക്ഷെ ഇവിടെ പറഞ്ഞത് ചിന്ത എന്ന് പറയുന്നത് വീട്ടുകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം, ഭർത്താവിന്റെ കാര്യം ചിന്തിക്കണം, കുഞ്ഞുങ്ങളെ കാര്യം ചിന്തിക്കണം, നമ്മുടെ ഭാവിയിലുള്ള മറ്റു കാര്യങ്ങൾ, നാളെയെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട. ഇന്ന് ദൈവം തരുന്ന ആയുസ്സിന് ആ ദിവസമെങ്കിലും നമുക്കൊരു ചിന്ത വേണം. ഇവിടെ പറയും ചിന്തയില്ലാത്ത ഒരു കൂട്ടർ, ആ പെണ്ണുങ്ങളെ എന്നാ ദൈവം പറയുന്നത്. ഒരു ചിന്തയില്ല, ഒരു ചിന്തയില്ല, അല്ലേ? നമുക്ക് നമ്മെക്കുറിച്ച് പോലും ഒരു ചിന്തയും നമ്മൾ ചിന്തിക്കാത്തവരാണ്. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്ത് ദൈവം ഒരു ഉപദേശം കൂടെ പറയുന്ന ആ അധ്യായത്തിൽ, ആ വാക്യത്തിനകത്ത് എന്താ പറയുന്ന അറിയാമോ? നടുങ്ങുവിൻ, വസ്ത്രം ഒഴിയുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നീ ധരിച്ചിരിക്കുന്ന സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അരയിൽ നീ രട്ടുകെട്ടുവീൻ എന്ന് പറഞ്ഞ സത്യം അരയ്ക്ക് കെട്ടിയിട്ട് ചടകുടഞ്ഞ് ഒന്ന് എഴുന്നേൽപ്പീൻ. അടുത്ത എന്തിനാണെന്ന് അറിയണ്ടേ? അടുത്ത് വായിച്ചോ. മനോഹരമായ വയലുകളെ, ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടങ്ങളെ ഓർത്ത് അവർ മാറത്തടിക്കും. ഒരു ചിന്തയില്ല, സ്വൈരമായിട്ട് അവരങ്ങ് ഇരിക്കുക. കാരണം എൻ്റെ വീടിനെ കുറിച്ചോ, എൻ്റെ മക്കളെ കുറിച്ചോ, എൻ്റെ ഭർത്താവിനെ കുറിച്ചോ ഒരു ചിന്തയില്ല, എൻ്റെ മാതാപിതാക്കളെ കുറിച്ചോ ഒരു ചിന്തയില്ല. അവരങ്ങ് സ്വൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല, ഇരുന്നോ. പക്ഷെ അവരോട് പറയുക, നീ മാറത്തടിക്കുന്ന ഒരു ദിവസം വരും, നീ രട്ട് ധരിക്കുന്ന ഒരു ദിവസം വരും. എന്തെന്നറിയാ? എല്ലാ മനോഹരമെന്ന് ഇന്ന് കാണുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, പുതുവീഞ്ഞ് തീരുന്ന, സകല വയലുകളും നഷ്ടമാകുന്ന, മുന്തിരിക്കുലകൾ നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുന്നതിന് മുൻപ് ചിന്തയില്ലാതിരിക്കുന്ന, സ്വൈരമായിരിക്കുന്ന സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുന്നേറ്റ് നടുങ്ങുവീൻ. യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, വസ്ത്രങ്ങളെ അല്ല, പിന്നെ ഹൃദയങ്ങളെ കീറണം. വസ്ത്രങ്ങളെ കീറിയിട്ട് കാര്യമില്ല, വസ്ത്രം അലക്കിയിട്ട് കാര്യമില്ല. ഹൃദയം കീറി കർത്താവിലേക്ക് നീ തിരിയേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ അപ്പോൾ ഇവിടെ ഒരു 5-6 സൈസ് അതേ പ്രിയപ്പെട്ട കൂട്ടരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഒരു കൂട്ടരെ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഈ വായിച്ച ഭാഗത്തിലേക്ക് വരാം. 2 തിമോത്തിയോസ് 3 അതിന്റെ 7 വാക്യം പറയുന്നു, എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം കേറാത്ത ഒരു കൂട്ടർ. എത്ര പഠിച്ചാലും, എത്ര വചനം കേട്ടാലും ഈ സത്യത്തിന്റെ വചനം അങ്ങോട്ട് കേറാത്ത കൂട്ടർ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെന്ന് മറക്കരുത്, നമ്മൾ ലോകത്തിലുണ്ടെന്ന് മറക്കരുത്. സത്യത്തിന്റെ പരിജ്ഞാനം 2 തിമോത്തിയോസ് വായിക്കുക, 7 വാക്യം. 3:7 എന്ന് വായിച്ചു. 3:7 എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും, കണ്ടോ, എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങൾ. സഹോദരിമാരെ, എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് പല കുടുംബങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു, തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, വേദപുസ്തകത്തിലൊരു ചോദ്യമാണ്, സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വിലയുണ്ടല്ലോ, ഈ മുത്തുകളെക്കാൾ, സ്വർണത്തെക്കാൾ, വെള്ളിയേക്കാൾ, പവിഴങ്ങളെക്കാൾ, അത് ഡയമണ്ടിനേക്കാൾ അത് വിലയേറിയതാണ്. അങ്ങനെ സാമർഥ്യമുള്ള ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ സമ്പത്ത്, അതാണ് നിന്റെ സർവ്വതും. അതേ, സാമർഥ്യം വേണം, ഭോഷത്വമായവളല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നാണം കെട്ട വ്യക്തിയല്ല. പിന്നെ ആരായി മാറണം? അതേ, ചിന്തയില്ലാത്തവരല്ല, അതേ, സ്വൈരമായിരിക്കുന്നവരല്ല. എപ്പോഴും പഠിച്ചിട്ട് സത്യത്തിന്റെ പരിജ്ഞാനം അകത്ത് കേറാത്ത ഒരു ഭാര്യ അല്ല. അതേ, സാമർഥ്യമുള്ള ഭാര്യയുടെ വില ആർക്കും മതിക്കാൻ പറ്റാത്ത കണക്കിന് ദൈവം നിന്റെ കയ്യിൽ നിനക്ക് തുണയായി തന്നിരിക്കുന്ന നിന്റെ ഭാര്യയുടെ വിലയുണ്ടല്ലോ, അത് മുത്തുകളെക്കാൾ വിലപ്പെട്ടതാ. ഭോഷത്വമായവൾ,
പൊളിക്കുമ്പോൾ, ജ്ഞാനിയായവൾ പണിയുമ്പോൾ, സാമർഥ്യമുള്ളവൾ അവൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ബൈബിൾ പഠിക്കും. അപ്പോൾ സ്വൈരമായിരിക്കുന്ന ഒരു കൂട്ടര്, ചിന്തയില്ലാത്ത മറ്റൊരു കൂട്ടര്, എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം കയറാത്ത മറ്റൊരു കൂട്ടർ. ഒരു ഭാഗത്ത് പറയുന്നു ജ്ഞാനമുള്ളവൾ, മറ്റൊരു ഭാഗത്ത് പോഷത്വമായവൾ. ഇവിടെ പറയുന്നു സാമർഥ്യമുള്ളവൾ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇത് ഏത് ഗ്രൂപ്പിൽ വരണം? ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ വരേണ്ടത്? 2 ഗ്രൂപ്പിനകത്ത് നാം കയറണം ഇന്ന് പകൽ. 2 ഗ്രൂപ്പ്. ഒന്ന്, ജ്ഞാനമായവളായി. 2, അതേ വേദോസം പറയും, സാമർഥ്യമുള്ള ഒരു കരുത്തുറ്റ ഭാര്യയായി നമ്മൾ വെളിപ്പെടണം. ഈ സാമർഥ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കീഴ്പ്പെടുത്തുന്നതല്ല സാമർഥ്യം. ഭർത്താവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തുന്നതല്ല അതിന്റെ സാമർഥ്യം എന്ന് പറയുന്നത്. പിന്നെ വീട്ടുകാര്യമൊക്കെ നന്നായി നോക്കുന്നവളെ കുറിച്ച് ബൈബിൾ പറയുന്നത് സാമർഥ്യമുള്ള ഭാര്യ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരണം. അതേ, ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, മീഡിയയായി ഞങ്ങളെ കാണുന്നവർ, പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങൾ തകരാനുള്ള കാരണം വീട്ടില് അതേ തന്റെ സ്വന്തം ഭാര്യമാർ ഭർത്താവിന്റെ മേൽ പലപ്പോഴും അതേ സാമർഥ്യം കാണിക്കുന്നത് കൊണ്ട് കുടുംബം തകരാൻ കാരണം. എന്നാൽ ഇന്ന് പകൽക്കാലം ഏത് കാര്യങ്ങളിലൊക്കെയാണ് ഇവൾ സാമർഥ്യം കാണിക്കേണ്ടത് അത് പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നോക്കാം. പുസ്തകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, സാമർഥ്യമുള്ള ഭാര്യ, അതെ, അവളുടെ വില മുത്തുകളെക്കാളുമേറും. എന്നാൽ അവളുടെ ജീവിതം എന്ന് പറയുന്നത് 11-ാം വാക്യം പറയുന്നു, ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കും. അവൾ സാമർഥ്യമുള്ളവളായി മാറുമ്പോൾ, അവർ ദൈവത്തിന് പ്രസാദമുള്ളവളായി മാറുമ്പോൾ, ഒരു ഭർത്താവിന് അവളുടെ മേൽ സംശയമില്ല. അവളുടെ ഹൃദയത്തെ ഭർത്താവ് വിശ്വസിക്കാൻ തുടങ്ങും. പല കുടുംബങ്ങൾ സംശയമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? അവക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം. ഇവിടെ പറയുന്നു, അവളുടെ ഭർത്താവ് അവളുടെ ഹൃദയത്തെ ആത്മനി തന്നെ വിശ്വസിക്കും. സാമർഥ്യമുള്ള ഭാര്യ കിട്ടിയാൽ അവളുടെ ഹൃദയത്തെ സ്വന്തം ഭർത്താവ് വിശ്വസിക്കും. കാരണം അവനറിയാ, എന്റെ ഭാര്യ സാമർഥ്യമുള്ളവളാ, ആരുടെയും മുൻപിൽ തലകുനിക്കാൻ അവൾക്ക് മനസ്സില്ല. എന്താ കാരണമെന്നറിയാ? ദൈവത്താൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അവളെ എവിടെയും എനിക്ക് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാം എന്നുള്ള ഒരു വിശ്വാസം അതിനകത്ത് വരികയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നമ്മുടെ കുടുംബങ്ങൾ തകരുന്നത് എന്തുകൊണ്ട്? പരസ്പര വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? പരസ്പര ധാരണയില്ലാത്തത് കൊണ്ടല്ലേ? വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തത് കൊണ്ടല്ലേ? താഴുവാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ? വചനം പറയുന്നത്, സാമർഥ്യമുള്ള ഭാര്യയെ, അതേ, തന്റെ ഭർത്താവ് അവരുടെ ഹൃദയത്തെ വിശ്വസിക്കും. അവന് വിശ്വാസമാ. കാര്യം എന്താ? അവൾ സാമർഥ്യമുള്ളവളാ. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനകത്ത് അതിന് തക്കതായ മറുപടി കൊടുത്ത് അവിടെ സാമർഥ്യത്തോടെ നിൽക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എന്ന് ഭർത്താവിന് മനസ്സിലാകുന്നത് അവളെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മക്കളെ വചനത്താൽ അവൾ നിറയുമ്പോഴാണ്. ഇതൊക്കെ ഒന്നാമത്, ഭർത്താവ് അവിടെ ഹൃദയത്തെ വിശ്വസിക്കുന്നു. 2, അവന്റെ ലാഭത്തിനൊരു കുറവ് വരില്ല. ഭർത്താവിന് ഒരു ലാഭത്തിനും ഒരു കുറവ്. എവിടെ ഇറങ്ങിപ്പോയാലും അവന് ലാഭമുണ്ടാകും. ഏത് സ്ഥലത്ത് പോയാലും അവന് നന്മയുണ്ടാകും. എവിടെ ഇറങ്ങിയാലും അവന് നന്മയുണ്ടാകും. കാരണം എന്നറിയാ, ഭർത്താവിന് വേണ്ടി ആ ഭാര്യ വീട്ടിനകത്തിരുന്നു കൊണ്ട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവിടെ വില മുത്തുകളെക്കാൾ വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. ഭർത്താവ് ഇറങ്ങി പോകുമ്പോൾ 10 വീട് കയറിയിറങ്ങി കുശുമ്പ് പറയുക, നുണ പറയുന്ന സ്വഭാവമല്ല സാമർഥ്യമുള്ള ഭാര്യയുടെ സ്വഭാവം. അതേ, ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ലാഭത്തിന് ഒരു കുറവും വരികയില്ല. അതാണ് സാമർഥ്യമുള്ള ഭാര്യയുടെ അതേ പ്രിയപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ലോകം മുഴുവനും ഇന്ന് ഉയർന്നിൽക്കുന്ന ഏതൊരു ദൈവദാസനെ എടുത്ത് നോക്കിയാലും അവർക്ക് പറയാനുണ്ട്, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ കാരണം അത് എൻ്റെ ഭാര്യ എന്നോടൊപ്പം നിന്നതുകൊണ്ടാണ്, എൻ്റെ ദൈവം ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയത് കൊണ്ടാണ് ഇവിടെ എത്താൻ കാരണം. ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ രഹസ്യം തൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. ആ ഭർത്താവിന്റെ വിജയം എന്ന് പറയുന്നത് അവന്റെ ഭാര്യയാണ്. ഹല്ലേലൂയ.
പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന് ഇതുവരെ ആയത് എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്, എൻ്റെ അപ്പൻ്റെ കണ്ണുനീരാണ്. എന്താ ഇത് പറയാൻ കാരണം? ഒരു സ്ത്രീയുടെ കണ്ണുനീര് പിന്നിലൊരു പുരുഷനുണ്ടെങ്കിൽ, അത് അമ്മയാകട്ടെ, അത് സഹോദരിയാകട്ടെ, അത് ഭാര്യയാകട്ടെ, ആ കണ്ണുനീരിന് അത് ദൈവം പ്രതിഫലം നൽകും. അതിന് സംശയം വേണ്ട. ആ സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്കാ കിട്ടുന്ന? വചനം പറയുന്നു, ഭർത്താവ് അവളുടെ ഹൃദയം വിശ്വസിക്കും. 2, ഭർത്താവിന്റെ ലാഭത്തിന് ഒരു കുറവും വരില്ല. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയ്ക്ക് പോയാൽ, ഒരു ജോലിക്ക് പോയാൽ, ഒരു യാത്ര പോയാൽ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ അവൻ തിരിച്ചു വരുന്നത് ലാഭക്കച്ചവടമില്ലാതെ അവൻ മടങ്ങി വരത്തില്ല. അവന്റെ കയ്യിൽ നിറമില്ലാതെ അവൻ തിരിച്ചു വരത്തില്ല. അവൻ ശൂന്യമായി മടങ്ങി വരത്തില്ല. എന്താ അതിന്റെ കാരണം? അവൾ മുഴങ്കാൽ മടക്കി ദൈവത്തിന്റെ മുൻപിൽ കരയാൻ തുടങ്ങും. എന്താ കാരണം? ഞാൻ എൻ്റെ ഭർത്താവ് ഇറങ്ങി പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവേ, ഒരു ലാഭത്തിനും കുറവ് വരാതെ എൻ്റെ ഭർത്താവിനെ സൂക്ഷിക്കണമേ എന്ന്. ഇതാണ് സാമർത്ഥ്യമുള്ള ഭാര്യ. ചില വീടുകളിൽ ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോൾ ഫോൺ എടുത്ത് വെച്ച് വിളിച്ച് ഭർത്താവിനെ കുറിച്ച് 100 നുണ പറയുന്നതല്ല സാമർത്ഥ്യം. ഭർത്താവിനെ കുറിച്ച് 10 കുറ്റം പറയുന്നതല്ല സാമർത്ഥ്യം. ഭർത്താവ് ഞാൻ പറയുന്ന പോലെ കേൾക്കും എന്നൊരു അടിമത്തപ്പെടുത്തുന്നതല്ല സാമർത്ഥ്യം. പിന്നെയോ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, വചനം പറയുന്നത് ഭർത്താവ് അവളെ വിശ്വസിക്കും, അവന്റെ ലാഭത്തിനൊന്നിനും ഒരു കുറവും വരില്ല. ഈ സദൃശവാക്യം വളരെ മനോഹരമായി തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ വചനം പറയുന്നു, നോക്കണേ, എഫേസ്യ ലേഖനം 22-ന്റെ 5-ാം അധ്യായത്തിന്റെ എഫേസ്യർ 5-ന്റെ 22 മുതൽ 24 വരെയുള്ള ഭാഗം നമ്മൾ ഒന്ന് വായിക്കണം. നമ്മൾ സാധാരണ വിവാഹത്തെ സമയത്ത് മാത്രം വായിച്ചു പോകുന്നവരാണ്. വിവാഹ സമയത്ത് ഈ ഉടമ്പടിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ പ്രസംഗിക്കും, അല്ലെങ്കിൽ വായിപ്പിക്കും. എന്തിനെന്നറിയാമോ? അതിന്റെ 5-ാം അധ്യായത്തിന്റെ 22 ഒന്ന് വായിക്കാം. 5-ന്റെ 22. ഭാര്യമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. വചനം പറയാ, ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്ന്. ഹലോ, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ, കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, കീഴ്പ്പെടുക. കീഴ്പ്പെടുത്തുകയല്ല, കീഴ്പ്പെടുകയാണ്. ഈ കീഴ്പ്പെടുത്താൻ, ഇന്നലെ നമ്മളൊരു ഫോൺ കോളൊക്കെ കേട്ടു, ഞങ്ങൾ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തതെന്ന്. അങ്ങനെ കീഴ്പ്പെടുത്തുന്നതല്ല. കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് അംഗീകരിക്കുക എന്നുള്ളതാണ്. പോണ്ട എന്ന് പറഞ്ഞാൽ അനുസരിച്ചു, അംഗീകരിച്ചു, കീഴ്പ്പെട്ടു. ഭാര്യമാരെ, നിങ്ങളെല്ലാവരും എന്നോട് പിണങ്ങുമെന്നാ ഞാൻ തോന്നുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പല കുടുംബങ്ങൾ തകരുകയാ. പലരും ഞങ്ങൾ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാ ഇത് ഞാൻ പറയുന്ന? പ്രിയ സ്നേഹിതരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ പണിയുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, പല കുടുംബങ്ങളെ കർത്താവ് ഇന്ന് പണിയാൻ പോകുകയാണ്. പല ജീവിതങ്ങളെയും കർത്താവ് ഇന്ന് ഒരു പുതുക്കത്തിലേക്ക് നയിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അടുത്ത സീസണിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഈ വചനം വെറുതെ പോകത്തില്ല. വചനം അയച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അത് മടങ്ങി വരത്തുള്ളൂ എന്ന് വചനം പറയുന്നു. ഞാൻ ആ വചനം വിശ്വസിക്കുന്നു. ആ വചനത്തിൽ ഞാൻ അനുസരിക്കുന്നു. ആ വചനം ഞാൻ കീഴ്പ്പെടുന്നു. ആ വചനം ഞാൻ പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ വചനത്തിന് ഇരുത്തി കൊടുക്കുക. ഏതവസ്ഥം പറയും, സഹോദരിമാരെ, ഭാര്യമാരെ, നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന പോലെ കീഴടങ്ങുക, അനുസരിച്ചിരിക്കുക. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ സ്വന്തം ഭർത്താവിനെ, ഇന്ന് പലരും കാമുകന് കീഴടങ്ങും, സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന ലോകമാണ്. വചനം പറയും, സ്വന്തം ഭർത്താവിന് കർത്താവിനെന്ന പോലെ കീഴ്പ്പെട്ടിരിക്കുവീൻ. അടുത്ത ഭാഗത്തിൽ വായിച്ചോ. അടുത്ത ഭാഗം, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി തീർന്നത് പോലെ സഭയ്ക്ക് ക്രിസ്തു തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക്
തലയാണ്. എല്ലാവരും പറഞ്ഞ തലയാണ്. ചിലർ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ഈ സത്യം ചെയ്ത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തെ കൊണ്ട്, അമ്മയെ കൊണ്ട്, അപ്പനെ കൊണ്ട് പള്ളിയാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ തല തെറിച്ചു. സത്യമായിട്ട് അവള് പറഞ്ഞ എന്ത് തെറിക്കുവാനാ? അവിടെ ഭർത്താവ് തീർന്നു പോട്ടെന്നാണ്, തല തെറിച്ചു പോട്ടെന്നാണ്. ക്രിസ്തു ശരീരത്തെ സഭയുടെ തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. തല മുകളിലാണോ താഴെയാണോ? ഉറക്കെ പറഞ്ഞേ. മുകളിലാണ്. കഴുത്തിന് മുകളിലാണ് തല, തലയ്ക്ക് താഴോട്ടാണ് ബാക്കി ഉടല് മുഴുവനും. അങ്ങനെയെങ്കിൽ നാഡി ഞരമ്പുകൾ, സന്ധി, പേശികൾ എല്ലാം ഇരിക്കുന്നത് തലയ്ക്ക് കീഴോട്ടാ. അതുകൊണ്ട് പൗലോസ് ഇവിടെ എഴുതിയത്, ഭാര്യമാരെ സ്വന്തം ഭർത്താക്കന്മാർക്ക് അത് നിങ്ങൾ കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിലല്ല, തലയ്ക്ക് കീഴേ നിങ്ങൾ വരണം. കർത്താവ് പറഞ്ഞ അഭ്യാസം തികഞ്ഞവരെല്ലാം ഗുരുവിന് മീതെയല്ല, ഗുരുവിനെ പോലെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് കല്യാണ വീട്ടിൽ കല്യാണ സമയത്ത് വായിക്കാൻ മാത്രം എഴുതി വെച്ചതല്ല, കൂടെ കൂടെ നോക്കണം. ഞാൻ അന്ന് ഉപസമ്മതം ചെയ്തപ്പോൾ എന്താണ് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്, എന്താണ് വചനത്തിൽ അന്ന് ദൈവഭക്തന്മാർ പറഞ്ഞു തന്നത്, സ്വർഗം എന്തുകൊണ്ട് അന്ന് ഒപ്പുവെച്ചു, അതേ സ്വർഗീയ ദൂതന്മാർ എന്തുകൊണ്ട് പാടി, ഇത് പറഞ്ഞ് പലപ്പോഴും അന്ന് വചനമെടുത്തൊക്കെ തുറക്കണം. ഇന്നും വചനം തുറക്കാതിരിക്കുന്നെങ്കിൽ എഫേസർ 5-ാം അധ്യായം 6-ാം അധ്യായം വീട്ടിൽ പോയി നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഉഭയസമ്മതം നടത്തുമ്പോൾ മാത്രം പറയുന്നതല്ല ഇത്. ഏതു നേരത്തും നിന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കേണ്ട ഒരു അധ്യായമാണ് ഈ ഭാഗം. ഭാര്യമാരെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിനെ എന്ന പോലെ നിങ്ങൾ കീഴടങ്ങിയിരിപ്പീൻ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ ക്രിസ്തുവിന്റെ തലയുടെ ഭാഗമാണ്, ശരീരമാണ് ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം. നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. അടുത്ത ഭാഗം വായിക്കുന്നോക്ക്. അടുത്ത ഭാഗം പറയുന്നത് വളരെ ശ്രദ്ധിക്കേ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങുന്ന പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് 1-2 കാര്യത്തിലെന്നാണോ? ഉറക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ സഹോദരിമാർ, സകലത്തിലും. ഉറക്കെ പറ, സകലത്തിലും. 1 കാര്യത്തിലല്ല, 2 കാര്യത്തിലല്ല, സകലത്തിലും. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി പറ, സകലത്തിലും കീഴടങ്ങണമെന്ന് പറ. ഹലോ സഹോദരിമാരെ, നിങ്ങൾ സകലത്തിലും കീഴടങ്ങണം. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ വേഗത്തിൽ മറുപടി പറയാതെ അതപ്പോൾ കീഴ്പ്പെട്ടിരിക്കുക. പിന്നത്തേതിൽ അയവിറക്കി നോക്കുക. അത് ശരിയാണെന്ന് കണ്ടാൽ പരസ്പരം ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് കീഴടങ്ങിയിരിക്കുക. ഹലോ, ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ സ്തോത്രമൊന്നും പോവല്ലേ. നിങ്ങളുടെ ജീവിതം ഇന്ന് പകൽക്കാലം പണിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം വചനമാണ് നമ്മെ പുതുക്കുന്നത്, വചനമാണ് നമ്മെ പണിയുന്നത്, വചനമാണ് നമ്മെ അത് അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നത്, വചനമാണ് നമ്മെ ഇതുവരെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. അടുത്തിരിക്കുന്ന ഒരിക്കൽ കൂടെ പറ, കീഴ്പ്പെട്ടിരിക്കണം. സകലത്തിലും അനുസരിക്കണം. അടുത്ത ഭാഗം ഭർത്താക്കന്മാരോട് പറയുക, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ, കേട്ടോ സഹോദരന്മാർ, നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മറ്റു ഭാഗത്ത് കയ്പായിരിക്കരുത്. പൗലോസ് പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ പിണങ്ങി ക്രോധത്തോടിരിക്കരുത്, വേഗം നിരന്നുകൊള്ളണം. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാരോട്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണം. ഇവിടെ വേദോസം പറയുന്ന അവളുടെ വില മുത്തുകളെക്കാൾ വിലയേറിയതാണ്. ഇവിടെ ഇനി ശ്രദ്ധിക്കേ, എഫേസിലെ ഈ സദൃശവാക്യത്തിൽ അടുത്ത് വരുന്ന വാക്യം, ഞാൻ 12-ാം വാക്യത്തിൽ അവൾ പറയുന്ന, അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുമെന്ന്.
ഈ സാമർത്ഥ്യമുള്ള ഭാര്യയുടെ പ്രത്യേകതയാണ് പറയുന്നത്. സാമർത്ഥ്യമുള്ള ഭാര്യ എപ്പോഴും ഭർത്താവിന് ഒരിക്കലും തിന്മ ചെയ്യാൻ നോക്കത്തില്ല, നന്മ മാത്രമേ ചെയ്യൂ. മറ്റുള്ളവർ തിന്മയാണ് പറഞ്ഞാലും ആ തിന്മയോട് തോറ്റുപോകത്തില്ല. തിന്മയെ നന്മയാൽ അവിടെ ജയമെടുക്കാനായിട്ട് തുടങ്ങും. ഭർത്താവിനെ കുറിച്ച് ഒരാൾ വന്ന് മോശമായി ഒരു ഭാര്യയോട് പറയുമ്പോൾ അവിടെ തോറ്റുപോകുകയല്ല ചെയ്യുന്നത്. ആ തോറ്റുപോകേണ്ട സ്ഥലത്ത് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച് അതേ നല്ല ഫലത്തിലേക്ക് അവരെ മുൻപിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാമർഥ്യം അവരിലുണ്ടാകുകയാണ്. അല്ല പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് വച്ചിട്ട് അതേ പല കുടുംബങ്ങളും ഞങ്ങൾക്കറിയാം. പലരും വന്ന് പല കുടുംബങ്ങൾ നുണക്കഥകൾ പറഞ്ഞു അതേ പല കുടുംബങ്ങളെ കലക്കി തകർത്ത് കളഞ്ഞത് ഞങ്ങൾക്ക് ഈ നൂറ്റാണ്ടുകളിൽ ഈ 3 പതിറ്റാണ്ടിനകത്ത് ഞങ്ങൾക്ക് നിരവധി വ്യക്തികളെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വചനം പറയാ, നുണയാനില്ല ഞാൻ ഉറക്കെ പറഞ്ഞ് വഴക്കില്ല. നുണയനില്ല ഞാൻ വഴക്കില്ല. അപ്പോൾ ഇവിടെ വേദോസ്തം പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ലാഭത്തിനൊരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല, അവന് നന്മ മാത്രമേ ചിന്തിക്കൂ. നല്ല കാര്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ, നല്ലതായി ഉയരാൻ പ്രാർത്ഥിക്കൂ, നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പ്രാർത്ഥിക്കൂ. നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ഭാര്യയുടെ പ്രത്യേകതയാ, അവളുടെ വിലയാണ് മുത്തുകളെക്കാൾ വിലയേറിയത്. അവൾ അസാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 13 എല്ലാം പറയാൻ താല്പര്യമില്ല. അടുത്ത ഭാഗത്ത് പറയുന്നു, അവൾ ആട്ടുരോമം കൊണ്ട് ചണയും അതേ സമ്പാദിച്ചു, താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. സ്വൈരമായിട്ടിരിക്കുന്നില്ല, റിമോട്ട് നെക്കി ഇരിക്കുന്ന അവസ്ഥയല്ല, അവൾ അധ്വാനിക്കുകയാണ്. ഈ സാമർത്ഥ്യമുള്ള ഭാര്യ അവൾ അധ്വാനശീലമുള്ളവളാണ്. അവൾ അധ്വാനിക്കും. ഇവിടെ പറയുന്നു, അതേ പലതും കൊണ്ട് അവൾ അധ്വാനിക്കുന്നു. അവൾ താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവമക്കൾ ഒരുപക്ഷെ വിചാരിക്കുക നമ്മൾ ജോലിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ അതേ നെയ്ത്തുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു ജോലി ഉള്ളത് കൊണ്ടോ അതേ വീട്ടുകാര്യം നോക്കണ്ട എന്നല്ല. വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇവിടെ പറയുകയാണ്, അവൾ താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അടുത്ത ഭാഗം, അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് അവൾ ആഹാരം കൊണ്ടുവരികയാണ്. ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരാനുള്ള സകല പ്രയത്നവും അവൾ ചെയ്യുകയാണ്. അതേ പ്രിയമുള്ളവരെ, എൻ്റെ അടുക്കള വരുന്നത് മാത്രം ഞാൻ ചെയ്യാമെന്നല്ല, അവൾ അധ്വാനിച്ച്, അവൾ ഭാരപ്പെട്ട്, അവൾ അധ്വാനിച്ച്, അവൾ പ്രാർത്ഥിച്ച് ദൂരത്ത് കിടക്കുന്ന ആ നന്മയെ അവളുടെ വീട്ടിലേക്ക് അവൾ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഭൂമിയുടെ അറ്റം വരെ കിടക്കുന്ന നന്മ നിന്റെ അടുക്കൽ വരണമെങ്കിൽ നിനക്ക് ഒരു പക്ഷെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അടുക്കളയ്ക്കകത്തോ നിന്റെ പ്രാർത്ഥനാ റൂമിനകത്തോ മുഴങ്കാൽ മടക്കി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ദേശത്ത് ക്ഷാമമായിരിക്കുന്നു, നാട്ടിലൊക്കെ പട്ടിണിയായി കിടക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തിലെ കലവറകളെ തുറന്ന് ഞങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ പട്ടണത്തിലേക്ക് നന്മ എത്തിക്കാൻ നിനക്ക് കഴിയും എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാമർത്ഥ്യം അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൾ ദൂരത്ത് നിന്ന് അവൾ ആഹാരം കൊണ്ടുവരുന്നു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, അവൾ വീണ്ടും പറയാ, അവൾ രാവിലെ എഴുന്നേൽക്കുക. എത്ര മണിക്ക് എഴുന്നേൽക്കും? ഉറക്കെ പറഞ്ഞേ, എല്ലാരും ഒന്ന് പറയേ. അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞേ, സൗകര്യമാർ പറഞ്ഞേ, രാവിലെ. ഹല്ലേലൂയ. വചനം പറയും, നന്നായി രാവിലെ അവൾ എഴുന്നേൽക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, വേറെ ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവളങ്ങ് എഴുന്നേൽക്കും. ആരാ എഴുന്നേൽക്കുന്ന? സാമർത്ഥ്യമുള്ളവൾ. തലേദിവസം കിടക്കുമ്പോൾ പറയും വയ്യ എന്ന് പറഞ്ഞ് കിടന്നാലും അവളെ കിടത്തൂല. എന്താ? അവളുടെ സാമർത്ഥ്യം അവളെ നിർബന്ധിക്കും. ഹല്ലേലൂയ. എന്തിനെന്നറിയാം അവൾ രാവിലെ എഴുന്നേൽക്കുന്നത്? അടുത്ത ഭാഗം പറയുന്നത്, അവൾ വീട്ടിലുള്ളവർക്ക് ആഹാരവും
വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കും. അപ്പൊ അവള് രാവിലെ എന്തിനെഴുന്നേൽക്കുന്നേ? ആഹാരം വയ്ക്കാൻ. നമുക്കൊക്കെ ഭയങ്കര ഒരു ജോലിയാ. ഈ ആഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് എനിക്ക് മാത്രമുള്ള ജോലിയാണോ ചിന്തിക്കുകയാണ് പലരും. ചോദിക്കുന്നതുണ്ട് പലരും ചോദിക്കുക, ഇത് ഞാൻ മാത്രം ചെയ്യേണ്ടത്. നിന്റെ ജോലി അത് തന്നെ. നിനക്ക് സാമർഥ്യമുണ്ട്, കാരണം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ഉപസമ്മതം നടത്തിയപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി തരാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഉഭയസമ്മതം നടത്തുന്ന സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് അച്ചായന് ബെൽറ്റിൽ ഒരു കോഫി കൊണ്ടുതരും എന്ന് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കൊടുക്കണേ? അവളുടെ ഉത്തരവാദിത്വം, അവിടെ കടമ, അവിടെ സാമർഥ്യം, അവിടെ വെളിപ്പാട്. നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരം ഒരുക്കുക മാത്രമല്ല, പുറം തൂക്കാൻ വരുന്നില്ലേ, മുറ്റമടിക്കാൻ വരുന്നില്ലേ, അതിനകത്ത് പാത്രം കഴുകാൻ വരുന്നില്ലേ, സകല പേർക്കും വീട്ടിലെ വേലക്കാരത്തികൾക്ക് പോലും ഓഹരി കൊടുക്കുക അവൾ രാവിലെ എഴുന്നേറ്റ്. നമ്മളൊക്കെയോ അവൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നിട്ട് എന്ന് പറഞ്ഞങ്ങ് മാറുകയല്ല. അവൾ വേലക്കാരി എന്ന് പറഞ്ഞ് മാറ്റുകയല്ല. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്ക്, അവർ മുറ്റമടിക്കുന്നവൾ എന്ന് പറഞ്ഞ് മാറ്റുകയല്ല, അവൾ പാത്രം കഴുകുന്നവളാണ് എന്ന് പറഞ്ഞ് മാറ്റുകയല്ല. അവൾ സാമർഥ്യമായി രാവിലെ എഴുന്നേറ്റ് നല്ല ആഹാരമുണ്ടാക്കി, അതേ വീട്ടിലുള്ളവർക്ക് ആഹാരം, അതേ വരുന്ന വേലക്കാർക്ക് ആഹാരം കൊടുക്കുന്ന സാമർഥ്യമുള്ള ഭാര്യയുടെ വില മുത്തുകളെക്കാൾ വിലപ്പെട്ടത് എന്നെന്ന് പകൽ എത്ര പേർ ആമേൻ പറയും? നമുക്ക് രണ്ടുപേർക്ക് പോലും ആഹാരം ഉണ്ടാക്കാൻ ഭയങ്കര കരച്ചില, മടിയ. പിന്നെ അല്ലേ വേലക്കാരത്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്കൊരു 3 പേരുണ്ടെങ്കിൽ അവരെ കാര്യം പോലും നോക്കാൻ നമുക്ക് പലപ്പോഴും മടി വരുമ്പോൾ വചനം പറയുന്നു, വീട്ടിലുള്ളവർക്കും വേലക്കാരത്തികൾക്കും അവൾ ഒരുക്കി വേലക്കാരത്തികൾക്ക് പോലും ഓഹരി കൊടുക്കുക. ഇന്ന് പകൽക്കാലനെ കേൾക്കുന്നവരെ, നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിച്ചോളണം. ഞാൻ 4-5 ഗ്രൂപ്പ് പറഞ്ഞു. ഏത് ഗ്രൂപ്പിൽ വരണം എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടേ. നിങ്ങൾ ജ്ഞാനമായവളായി തീരണമോ, അതേ ഭോഷത്വമുള്ളവളായി മാറണമോ? സ്വൈരമായിരിക്കുന്ന ചിന്തയില്ലാത്ത സത്യത്തിന്റെ പരിജ്ഞാനം എത്ര കേട്ടിട്ടും കേറാത്തവരായ ഗ്രൂപ്പിലോ അല്ല, സാമർഥ്യമുള്ളവരുടെ ഗ്രൂപ്പിലാണോ ഞാൻ കയറേണ്ടത് എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടേ. ഞാൻ എവിടെ വരേണ്ടത്? ഞാൻ ഏത് ഗ്രൂപ്പിൽ പെടേണ്ടതാ? സ്വതന്ത്രം. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ ഇതുവരെ എങ്ങനെയായിരുന്നു? എൻ്റെ സാമർഥ്യം എങ്ങനെയായിരുന്നു? എൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരുന്നു? എൻ്റെ ഇടപെടൽ എങ്ങനെയാണ്? എൻ്റെ ഭർത്താവിനോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയായിരുന്നു ഞാൻ ഇടപെട്ടത്? എൻ്റെ ജീവിതം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് പകൽ ഒന്ന് വിലയിരുത്തി ദൈവത്തിലേക്ക് മടങ്ങി വരിക. വസ്ത്രങ്ങളല്ല, ഹൃദയങ്ങളെ കീറി വരിക. ഇവിടെ പറയുന്ന സാമർഥ്യമുള്ള ഭാര്യ അതികാലത്തെ എഴുന്നേറ്റ് അതിരാവിലെ അവൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. എത്ര നല്ല സാമർഥ്യമുള്ള ഒരു സ്ത്രീ എന്ന് നോക്കിക്കേ ദൈവമക്കളെ. 2 പേർക്ക് പോലും ആഹാരം വയ്ക്കാൻ മടി കാണിക്കുമ്പോൾ, അതേ പലപ്പോഴും നമ്മൾ പറയുന്നു, 2 പേർക്ക് ആഹാരം വയ്ക്കാൻ മടി കാണിക്കും, പറയൂ ഇന്നൊരു ഊണെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോകാം, പുറത്തു പോയി വാങ്ങാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണമേ, നിന്റെ സാമർഥ്യം കാണിക്കേണ്ടത് ഭർത്താവിന്റെ മീതെ അല്ല, പിന്നെ എവിടെയാ? നിന്റെ ജോലിയിൽ നീ സാമർഥ്യമായി കാണിക്കണം. വീട്ടുകാര്യം നോക്കുന്നതിൽ സാമർഥ്യം വേണം. ഹല്ലേലൂയ. പലയിടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നവരാണ്. നമുക്കറിയാം, പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നവരാണ്. പലരെയും നമ്മൾ കാണുന്നു, സ്വന്തം വീട്ടിലെ ബാത്റൂം പോലും കഴുകാത്തവർ പബ്ലിക് ബാത്റൂം കഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തറിയാം? അവിടെ ശമ്പളം കിട്ടും. ഇവിടെ കിമ്പളമേ ഉള്ളൂ, ശമ്പളമില്ല. സ്വന്തം വീട്ടുകാര്യം നോക്കാതെ നാട്ടുകാര്യം നോക്കിയിട്ട് അർത്ഥമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം പറയാ, സ്വന്തം വീട് വൃത്തിയും അതേ ഭംഗിയുമായി നീ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം ഒരു അലങ്കാരമായി ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നത്, അവൾ വീട്ടുകാരത്തികൾക്കും വീട്ടിലുള്ളവർക്കും അതേ വേലക്കാരത്തികൾക്കും അവർ ആഹാരം കൊടുക്കുകയും
അവർ ഓഹരി കൊടുക്കുകയും ചെയ്യുന്നു. അടുത്ത ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 16, അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അതവൾ മേടിക്കുന്നു. നോക്കണേ, അവക്കൊരു നോട്ടമുണ്ട്. കാരണം അത് എനിക്ക് മേടിക്കണം. അതിനെന്താ താല്പര്യപൂർവ്വം സാമർഥ്യത്തോടെ അവൾ എന്തും ചെയ്ത് സാമ്പത്തിക നന്മയുണ്ടാക്കി ഓഹരി ഉണ്ടാക്കി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവൾ മിടുക്കിയായി സന്തോഷത്തോടെ അത് പറയുക, ഒരു നിലത്തിന്മേൽ അവൾ ദൃഷ്ടി വച്ചാൽ അത് അവൾ മേടിക്കുന്നു. അതേ കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയാണ്. ഭർത്താക്കന്മാരുടെ ജോലിയാണ്, സഹോദരന്മാരുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് മാറ്റിയിടുന്നില്ല അവൾ പറയുന്നു, സ്വന്തം കൈകൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയെടുക്കുകയാ, നന്മയുണ്ടാക്കുകയാ, അനുഗ്രഹം അതേ അവളുടെ മേൽ വരേണ്ട. കാരണം ഇതാ, അവൾ ഒന്നിനും പുറകോട്ടില്ല, അവൾ എല്ലാ കാര്യത്തിലും മുൻപോട്ടാണ്. അത് ദേവാലയ കാര്യമാകട്ടെ, അത് സ്വർഗരാജ്യ കാര്യമാകട്ടെ, അത് വീട്ടുകാര്യമാകട്ടെ, അല്ലെങ്കിൽ പട്ടണത്തില്, ദേശത്തില്, നിന്റെ അയൽക്കൂട്ടത്ത്, നിന്റെ അയൽവാസികളിടയിൽ എവിടെയാകട്ടെ, അവൾ സാമർഥ്യത്തോടെ അവൾ കർത്താവിന് വേണ്ടി അവൾ പൊരുതുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ദൈവമക്കളെ, നമ്മുടെയൊക്കെ എങ്ങനെയാ നമ്മുടെ ജീവിതം? നമ്മുടെ സാമർഥ്യം എവിടെയാ നമ്മൾ സാമർഥ്യം കാണിക്കുന്നത്? നമ്മൾ പലപ്പോഴും സാമർഥ്യം കാണിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അടുത്താണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളടുത്താണ്, അല്ലെങ്കിൽ ഭർത്താവിനടുത്താണ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അടുക്കലാണ് സാമർഥ്യം കാണിക്കുന്നത്. അല്ല, നിന്റെ ജീവിതത്തിനകത്ത് വരേണ്ട നന്മ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്ന് ചിന്തിച്ചിട്ട് അതിനോട് സാമർഥ്യം കാണിക്കേ. എന്നിട്ട് നീ അതിനെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കേ. അതാ വേദോസ്തം പറയുന്നത്, അതാ സാമർഥ്യമുള്ളവൾ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൾ 17-ാം വാക്യം, അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഹല്ലേലൂയ അതേ ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാ സാധിക്കുന്നത്? അരമുറുക്കുന്നു. അവിടെ അര കെട്ടിയെന്ന് പറഞ്ഞാൽ അത് അവൾ സത്യം അരയ്ക്ക് കെട്ടി ദൈവത്തിൽ നിന്നുള്ള കൃപകളെ പ്രാപിച്ച്, ആ ബലത്തെ പ്രാപിച്ച്, ആ ശക്തിയെ പ്രാപിച്ച് അവൾ ദൈവരാജ്യത്തിന് വേണ്ടി അവൾ പിന്നെയും പിന്നെയും അവൾ പൊരുതുകയാണ്. അരയ്ക്കവൾ സത്യം കെട്ടുകയാണ്. അര മുറുക്കുക എന്ന് പറഞ്ഞ സത്യം കെട്ടുകയാണ്. അവളുടെ ജീവിതത്തിനകത്ത് സത്യമേ ഉള്ളൂ, അസത്യം അവളുടെ ജീവിതത്തിനകത്തില്ല, കള്ളത്തരം അവളുടെ ജീവിതത്തിനകത്തില്ല, പൊള്ളത്തരം ജീവിതത്തിനകത്തില്ല. ഇന്ന് പകൽക്കാലം പറയാ, വചനം പറയുന്നു, ഭുജങ്ങളെ അവൾ ബലപ്പെടുത്തുന്നു, അവൾ ശക്തീകരിക്കുന്നു. എന്താ കാരണം? യഹോവയെ അവൾ തന്റെ കൈ എളിയവർക്കായി തുറക്കുകയാണ്. അവൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല എനിക്ക് മാത്രം ഇരിക്കട്ടെ എന്നല്ല അവളുടെ ജീവിതം. അവൾ പറയുന്നു, അവിടെ കൈ അവൾ എളിയവർക്ക് വേണ്ടി അവൾ തുറക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ കൈ തുറന്നു കൊടുക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി അവിടെ കൈ തുറക്കുകയാണ്. സാമർഥ്യത്തോടെ പലതും നേട്ടമുണ്ടാക്കി എടുത്തിട്ട് അതേ മറ്റുള്ളവർക്ക് വേണ്ടി, അത് എന്റേതാണ്, എനിക്കുള്ളതാണ്, ഇത് എനിക്കും എന്റെ മക്കൾക്കും എന്ന് പറഞ്ഞ് അവൾ പിടിച്ചു വയ്ക്കുന്നില്ല. എളിയവർക്കായി അവൾ കൈ തുറന്നു കൊടുക്കുന്നു. അതാ സാമർഥ്യമുള്ള ഭാര്യയുടെ പ്രത്യേകത. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ഒരു നല്ല മനസ്സ്. നിങ്ങൾ ആ അധ്യായം ഒന്ന് വീട്ടിൽ പോയി മനസ്സുരുത്തി ഒന്ന് വായിക്കണം കേട്ടോ. അതേ വേദവസ്വം പറയുന്നവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു. അടുത്ത് ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുകയാ. എളിയവർക്ക് മാത്രമല്ല, ദരിദ്രരായിരിക്കുന്നവർക്ക് പോലും അവൾ കൊടുക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് പറഞ്ഞില്ലേ, ഇവർക്ക് ചെയ്തത് നീ എനിക്കാ ചെയ്തത്. ഈ ദിവസങ്ങൾ നിങ്ങൾ ഓർക്കണമേ, എളിയവർക്ക്, ദരിദ്രർക്ക് അവൾ കൊടുക്കാൻ മടിക്കുന്നില്ല. വീണ്ടും പറയുന്നു അതിന് 21, തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവിടെ വീട്ടിലുള്ളവരെല്ലാവർക്കും ചുമപ്പ് കമ്പിളി ഉണ്ടല്ലോ. എന്താ കാരണം? നാളെ തണുപ്പ് വരും എന്ന് പറഞ്ഞവൾ പേടിക്കുന്നില്ല. കാരണം അവളുടെ വീട്ടിനകത്ത് എല്ലാം അവൾ മുൻകരുതലെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, അവൾക്കൊരു മുൻകരുതലുണ്ട്. നാളെ ഹിമത്തിന്റെ സമയം വരും, നാളെ തണുപ്പിന്റെ സമയം വരും, മഴയുടെ സീസൺ വരും എന്ന് പറഞ്ഞ് അതെ അപ്പോഴല്ല അവൾ വസ്ത്രമുണ്ടാക്കാൻ തുടങ്ങുന്നത്, അപ്പോഴല്ല അവൾ നോക്കുന്നത്. പിന്നെയോ നേരത്തെ അവൾ മുൻകരുതലോടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അവൾ കരുതി വയ്ക്കുകയാണ്. അവൾ ഹിമത്തെക്കുറിച്ച് പേടിക്കുന്നില്ല. കാര്യം എന്തറിയാ? നാളെ ഇത് സംഭവിക്കുമെന്ന് നമുക്കറിയാം, നാളെ ഹിമം വരുമെന്ന് നമുക്കറിയാം. നേരത്തെ വീട്ടുകാർക്ക് വേണ്ടി പലതും അവൾ ഒരുക്കി സമ്പാദിച്ചു വയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലിനെ കേൾക്കുന്നവരെ, മുൻപേ ഇന്ന് പകൽക്കാലം ആ അനുഭവത്തിൽ, അതേ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ പറയും, സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും?
23 ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ തന്റെ ഭർത്താവ് ഇരിക്കുമ്പോൾ അവളുടെ പട്ടണത്തിൽ പ്രസിദ്ധനാകുന്നു. എന്തിനാ അവിടെ ഒറ്റ ആഗ്രഹം? ദേശത്തിലെ മൂപ്പന്മാരോട് കൂടെ എന്റെ ഭർത്താവ് കയറിയിരിക്കുമ്പോൾ, ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കയറുമ്പോൾ എന്റെ ഭർത്താവ് ആ പട്ടണത്തിന്റെ നടുവിൽ അവൻ പ്രസിദ്ധനായിരിക്കണം. അവന്റെ വസ്ത്രം തിളങ്ങണം, അവന്റെ വസ്ത്രം നന്നായിരിക്കണം, മറ്റുള്ളവരെ പോലെ നല്ല ഉന്നതമായ ആ സ്ഥാനത്തിൽ ഇരിക്കുവാൻ ഉള്ള യോഗ്യത ഉണ്ടാകണം. ഇതാണ് ആ ഭാര്യയുടെ അകത്തെ ചിന്ത. അല്ലാതെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്ന് പറയുന്ന അനുഭവത്തിലല്ല എന്റെ ഭർത്താവ് പട്ടണത്തിൽ പ്രസിദ്ധനാകണം. അതാണ് സാമർത്ഥ്യമുള്ള ഭാര്യയുടെ ചിന്ത. ഹല്ലേലൂയ. എന്നെ എന്റെ ഭാര്യ പലപ്പോഴും തിരുത്താറുണ്ട് എന്റെ ഭാര്യ. കാരണം ഞാന് ഈ തുണി അലക്കാൻ മടിച്ചോണ്ടത് ഇപ്പൊ ഇട്ടത് വൈകുന്നേരവും ഇട്ടേക്കും. എന്റെ ഭാര്യ സമ്മതിക്കത്തില്ല. എന്താ അതിന്റെ കാരണം അറിയാ? ഇപ്പൊ ഇട്ടത് തന്നെ. പക്ഷെ വൈകുന്നേരം സമ്മതിക്കത്തില്ല. കാരണം മറ്റുടെ നടുവിൽ പോകാനുള്ളവരാ, മറ്റുടെ അടുക്കൽ നിൽക്കാനുള്ളവരാ. ഇത് പറഞ്ഞ ഭാര്യ എന്നെ തിരുത്തുന്നത് കാണാൻ പറ്റും. നല്ലതിടണം, നല്ലത് കിടക്കുന്ന നല്ല കാര്യം, നല്ല രീതിയിൽ പോകണം, അത് ചെയ്യണം, കോട്ടിടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ തിരുത്താറുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ആ ഭാര്യയുടെ അവിടെ ചിന്ത എന്ന് പറയുന്നത് മൂപ്പന്മാരുടെ നടുവിൽ ഇരിക്കുമ്പോൾ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കൂട്ട്, കൂട്ടിന് വേണ്ടി ദൈവം തന്നെ എന്റെ തുണ, ഭംഗിയായിരിക്കണം, മൂപ്പന്മാരുടെ നടുവിൽ തിളങ്ങണം. അതാ ഒരു സാമർത്ഥ്യമുള്ള ഭാര്യയുടെ ചിന്ത. എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ എന്നുള്ളതല്ല ഭാര്യയുടെ ചിന്ത എന്ന് പറയുന്നതാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പുകഴ്ച പറയുന്നതല്ല. പക്ഷേ പലരെയും കുടുംബങ്ങളിൽ അങ്ങനെയല്ല. എന്തോ ഇട്ടുകൊണ്ട് പോട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് ചിന്തിക്കുന്ന അനേകം നമുക്ക് കാണാൻ കഴിയുമായിരിക്കാം. എന്നാൽ അതല്ല നമ്മുടെ കുടുംബം. വേദപുസ്തകം പറയുന്നു, പട്ടണത്തിന്റെ വാതുക്കൽ എൻ്റെ ഭർത്താവ് ഇരിക്കുമ്പോൾ തിളങ്ങണം. ഹല്ലേലൂയ. വേദപുസ്തകം പറയാൻ അവൻ ചുവപ്പ് കമ്പിളി ഉണ്ടാക്കിയെന്നാ. ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ, അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. ശണവടവും ധൂമറ വസ്ത്രവും ഞങ്ങളുടെ ഉടുപ്പ്. എവിടെ നിന്നാലും തിളങ്ങും, ആര് നോക്കിയാലും തിളങ്ങും, എപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഭൂഢ വസ്ത്രമാണ്. വചനം പറയുന്നു, ശണവടവും ധൂമറ വസ്ത്രവും അവളുടെ ഉടുപ്പാ. കാരണം ഭർത്താവിന് അവൾ നേടിക്കൊടുത്തത്, അവൾ സ്വന്തം കൈകൊണ്ട് നെയ്ത് കൊടുത്തത് ശണപടമാണ്, നല്ല വസ്ത്രമാണ്. എവിടെ നിന്നാലും തിളങ്ങും. അത് അവളുടെ മൂപ്പനെന്ന് വിളിച്ചു പറയും. അതാണ് അവിടെ ആഗ്രഹം. ഇന്ന് പകൽക്കാലം പറയപ്പെട്ടവരെ, അവരെ കുറിച്ച് 10 നുണ പറയുകയല്ല, അവരെ തരം താഴ്ത്തുകയല്ല, അവരെ ഇടിച്ചു കളയുകയല്ല, ഇടിച്ചു പറയുകയല്ല. അവളെ ദേശത്തിൽ എന്റെ ഭർത്താവ് നല്ല നിലയില് തിളങ്ങണം. അതാ സാമർത്ഥ്യമുള്ള ഭാര്യയുടെ പ്രത്യേകത. മോശത്തമായവളോ സ്വന്തം കൈകൊണ്ടാൽ പൊളിച്ചു കളയും. ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾ തുടർന്ന് താഴോട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത് പറയുക 24, അവൾ ശണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുക. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നില്ലെന്നാ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവൾ 10 കാശ് ഉണ്ടാക്കിയിട്ട് ഒരു നിലത്തിന്റെ മേൽ ദൃഷ്ടി വെച്ച് 10 സെന്റ് സ്ഥലം വാങ്ങണം, 5 സെന്റ് സ്ഥലം വാങ്ങണം എന്ന് അവിടെ ഉള്ളിൽ അവൾ കണക്ക് കൂട്ടി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെടാതിരിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കുന്ന രീതിയിൽ അവൾ കരം കൊണ്ട് അധ്വാനിച്ച് അവളെക്കുറിച്ച് മുകളിലോട്ട് വരുമ്പോൾ കാണുന്ന അവൾ ഒരു കച്ചവട കപ്പൽ പോലെയെന്ന്. ഹല്ലേലൂയ. അവളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൾ ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. സാമർത്ഥ്യമുള്ള ഭാര്യമാർ, ഭർത്താക്കന്മാര് ദുഃഖിച്ചാലും ഭാര്യമാര് പറയും, ദുഃഖിക്കേണ്ട, ദൈവം നോക്കിയിട്ടുണ്ട്, ദൈവം കരുതുന്ന ദൈവമാ. ഹല്ലേലൂയ. ജേല കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ക്ഷീണിതനായിരിക്കുമ്പോൾ, പലപ്പോഴും ഞാൻ തളർന്ന അവസ്ഥനായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ഇപ്പോൾ ഒന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട, ഒരു ദിവസം വരും. എന്താ പറയുവാൻ കാരണം? ഒരു ധൈര്യം തരികയാ. കൂടെയുള്ളവൾ വിളിച്ചു പറഞ്ഞു, നീ നിന്റെ പട്ടിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ പോയി ചത്തു കളഞ്ഞ
എന്ന് യോബിന്റെ ഭാര്യ പറഞ്ഞപ്പോഴും യോബ് അനങ്ങിയില്ല. യോബ് ദൈവത്തിന്റെ മുമ്പിൽ ആ പട്ടിയെ മുറുകെ പിടിച്ചതുപോലെ അതേ പലപ്പോഴും ക്ഷീണിതരാകാറുണ്ട്, ബലഹീനരാകാറുണ്ട്. വിശ്വാസത്തിൽ പലപ്പോഴും ബലഹീനത വരുമ്പോൾ അതേ കൂടെ നിൽക്കുന്നവൾ പറയും, ഭാരപ്പെടേണ്ട, ദൈവം ബലം തരും, ദൈവം ശക്തീകരിക്കും. എന്താ സാമർഥ്യമുള്ള ഭാര്യമാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വീട് പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്താ കാരണം? അതേ ദൈവം നിനക്ക് കൂട്ടാളിയായി തന്നത് അതേ അപമാനിക്കുന്നതല്ല, സാമർഥ്യമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൾ ഭാവി കാലങ്ങളെ ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു, അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. ഒരു ഭോഷത്വമായിട്ടൊന്നും അവൾ സംസാരിക്കാറില്ല. അവൾ എങ്ങനെ സംസാരിക്കും? ജ്ഞാനത്തോടെ, വിവേകത്തോടെ. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് സദൃശമാക്കി കാണുന്നു, വിവേകമില്ലാത്ത സുന്ദരി പറഞ്ഞേ പന്നീര് മൂക്കുത്തിയില്ലാത്ത പന്നി പോലെ. ഹലോ, വിവേകമില്ല. അത് ഇതിനകത്ത് കയറി വരിക. വിവേകമില്ലാത്തവൾ. ഇവിടെ പറയുന്നു ജ്ഞാനത്തോടെ അവൾ വാ തുറക്കുക. ഒരാളിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ വളരെ ജ്ഞാനത്തോടെ സംസാരിക്കുന്നു. എന്തെങ്കിലും വായി തോന്നുന്ന പോലെ വളവള പറയുന്നവളായിട്ടല്ല, വളരെ ജ്ഞാനത്തോടെ, വളരെ ചിന്തിച്ച്, വളരെ അതേ അറിവോടെ അവൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ദോഷത്വമുള്ളവളല്ല, അവൾ ജ്ഞാനത്തോടെ വാ തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അവൾ വാ തുറന്ന് പറയുന്നത് എന്താ? ദയയുള്ള ഉപദേശമാണ്. ആര് കേട്ടാലും അതേ ആരുടെയും മനസ്സിന് മുറിവുണ്ടാക്കത്തില്ല. അതാണ് ദയയുള്ള ഉപദേശം. ആരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഉപദേശമല്ല, മനസ്സിന് മുറിവുണ്ടാക്കുന്ന ഉപദേശമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനങ്ങൾ ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വേദനിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം അവരെ ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. പലരും എന്നോട് പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയുന്ന ബന്ധങ്ങളുണ്ട്. കുടുംബം പോയി, ഭാര്യ പിണങ്ങിപ്പോയി, ഭർത്താവില്ലാതെ പോയി. ഇതെന്താ പറയുവാൻ കാരണം? പരസ്പരം താഴുവാൻ, സ്നേഹിപ്പാൻ, വിശ്വസിപ്പാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം വന്നത്? സാമർഥ്യമുള്ള ഒരു ഭാര്യയായി ദൈവം നമ്മെ പണിയട്ടെ. ഭർത്താവിനെ വരച്ചു വരയിൽ നിർത്തുന്നതല്ല സാമർഥ്യം. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് സാമർഥ്യം. മറന്നുപോകല്ലേ ദൈവത്തിന്റെ കുഞ്ഞെ. ഈ പകൽക്കാലം തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 27, വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കിയ, ഞാനിതൊക്കെ ചെയ്ത്, ഞാനിതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എന്റെ വീട്ടുകാരെങ്ങനെയാ എന്നോട് പെരുമാറുന്നു അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് പറയുകയാണ്, അടുത്ത ഭാഗം ശ്രദ്ധിക്കേ. അടുത്ത് പറയുക, വെറുതെ ഇരുന്ന് അകോവർത്തി അവൾ കഴിക്കുന്നില്ല. രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതേ പലതും അവൾ അധ്വാനിച്ചുണ്ടാക്കുകയാണ്. വെറുതെ ഇരുന്നല്ല അവൾ ഭക്ഷണം കഴിക്കുന്നത്, അവൾ അധ്വാനിക്കുന്നു. അവൾ നല്ല സാമർഥ്യത്തോടെ അധ്വാനിക്കുകയാണ്. ഈ അധ്വാനിക്കുന്നതോടൊപ്പം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, വീട്ടുകാര്യം നന്നായി നോക്കിക്കൊള്ളണം. മറന്നുപോകരുത്. ഈ അധ്വാനത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മക്കൾ മറന്നുപോകല്ലേ? അധ്വാനത്തിന്റെ ഇടയിൽ നിന്റെ ഭാര്യയെ മറന്നുപോകല്ലേ? അധ്വാനത്തിന്റെ ഇടയിൽ നിന്റെ ഭർത്താവിനെ വിട്ടുപോകരുത്. വേദപുസ്തകം പറയുന്നു, എന്തധ്വാനിച്ചാലും എന്തൊക്കെ നീ ചെയ്താലും ദൈവം നമുക്ക് തന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബം വളരെ ഭദ്രമായിരിക്കണം. അതിനെ നീ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കണം. അത് ജ്ഞാനത്തോടെ അതിന് തൂണുകൾ പണിതുകൊണ്ടേയിരിക്കണം. അതാണ് ജ്ഞാനിയായവൾ വീട് പണിയും. ദോഷത്വമായവളോ ഇടിച്ചു കളയും. ജ്ഞാനത്തോടെ, വിവേകത്തോടെ നീ ആ വീടിനെ പണിയാൻ തുടങ്ങണം. അടുത്ത് പറയുകയാണ്, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം പല മാതാപിതാക്കളെ നോക്കി മക്കൾ ശാപവാക്ക് പറയുമ്പോൾ, പല മക്കളും അമ്മമാരെ നോക്കി, അപ്പന്മാരെ നോക്കി, അയ്യോ പ്രിയപ്പെട്ടവരെ വേണ്ടാതിനൊക്കെ പറഞ്ഞ് അവരെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, മക്കൾ രാവിലെ എഴുന്നേൽക്ക്. രാവിലെ വീട്ടുകാർ അവളെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് അവളെ പുകഴ്ത്തുകയാണ്. മക്കൾ മാതാപിതാക്കളെ പുകഴ്ത്തുന്നു.
പ്രിയപ്പെട്ടവരെ, പല മക്കളും മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, മക്കൾ എഴുന്നേറ്റ് അവളെ പുകഴ്ത്തി, ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞു പുകഴ്ത്തുകയാണ്. അവൾ പറയുക, ഇത്രയും നല്ല മക്കളെ കിട്ടിയത് കൊണ്ട്, ഇത്രയും നല്ല മരുമക്കളെ കിട്ടിയത് കൊണ്ട്, ഇത്രയും നല്ല ചെറുമക്കളെ കിട്ടിയത് കൊണ്ട് എൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ്, എൻ്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുകയാണ്. ദുഷിക്കുന്നു എന്നല്ല. അമ്മ ഇങ്ങനെയാണ്, അമ്മാവ് ഇങ്ങനെയാണ്, അമ്മാവൻ ഇങ്ങനെയാണ്, പപ്പ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ് എന്നല്ല വചനം പറഞ്ഞ് അവൾ പുകഴ്ത്തുന്നു. അവർ അടുത്ത് പറയുന്ന ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. അടുത്ത് പറയുക, അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. അവൾ അങ്ങനെ തന്നെ എന്നൊന്നുമല്ല, ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അവൾ ചെയ്യുന്ന അധ്വാനം, അവൾ കൊണ്ടുവരുന്നതായ അനുഭവങ്ങൾ, അവളുടെ ജീവിതം, അധികാലത്ത് എഴുന്നേൽക്കുന്നതും വീട്ടുകാരി നന്നായി നോക്കുന്നതും സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതും കച്ചവട കപ്പൽ പോലെ അവൾ ഓടുന്നതും ഒക്കെ ഭർത്താവ് അവളെ പ്രശംസിക്കുകയാണ്. ഹല്ലേലൂയ. കൊള്ള. ഈ തിരക്കിനിടയിലും ഇത്രയും നല്ല ഒരു സാമ്പാർ വച്ചുകൊണ്ട് തന്നല്ലോ എന്ന് പറഞ്ഞു കുറ്റമല്ല, അവളെ പ്രശംസിക്കുകയാണ്. ഇത്രയും നല്ല തിരക്കിനിടയിൽ, ഇത്രയും നല്ല പ്രിയപ്പെട്ട അധികാലത്ത് എഴുന്നേറ്റ് തിരക്കിനിടയിലും ഇത്രയും നല്ലൊരു ഫുഡ് നീ ഉണ്ടാക്കി തന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ എന്ത് പറയണം? അവളെ പ്രശംസിക്കണം. ഇതിന് ഉപ്പില്ല, എരി കൂടിപ്പോയി, പുളിയില്ല, ചൂട് കൂടിപ്പോയി, അല്ലോ വെന്തുപോയി എന്നെന്ന് പറഞ്ഞ് അവരെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നല്ല, അവളെ പ്രശംസിക്കുകയാണ്. മക്കൾ അവളെ പുകഴ്ത്തുമ്പോൾ ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. നല്ല ചായ, നല്ല കോപ്പി, ഒരുപക്ഷെ പഞ്ചാര ഇല്ലായിരിക്കാം, ഒരുപക്ഷെ ഉപ്പ് കൂടിയതായിരിക്കാം, എന്നാലും പറയണം നന്നായിരിക്കുന്നു കേട്ടോ, നാളെയും നീ ഉണ്ടാക്കണം. എന്താ കാര്യം? ഒന്ന് പ്രശംസിക്കേ. ചിലപ്പോൾ വായിക്ക് വെച്ച് കൊള്ളാത്തതായിരിക്കാം, എന്നാലും ഒന്ന് പ്രശംസിക്കേ. ഹല്ലേലൂയ. എങ്കിലേ നാളെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എന്താ അറിയാമോ? നാളെ ഇങ്ങനെയല്ലേ കിട്ടത്തില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്നത്തെ സാമ്പാർ ഒരല്പം ഉപ്പ് കൂടുതലായിരുന്നു, എങ്കിലും ഞാനതിനൊക്കെ മാറ്റിയിട്ട് നിന്നെ പ്രശംസിച്ചതിൻ്റെ കാരണം നാളെയും നീ അധ്വാനിക്കുള്ളവളാണ്, പക്ഷെ നാളെ ചെയ്യുമ്പോഴേ ഒരല്പം ഉപ്പ് കുറച്ചിട്ടു. ഇത് പറയുമ്പോൾ വഴക്കില്ല, ഇല്ല, തൊട്ട് നോക്കിയിട്ട് ഇത് ഭയങ്കര ഉപ്പെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ ഉപ്പ്, നാളെ എന്നല്ല ഒരാഴ്ച പിന്നെ കറിയേ വയ്ക്കത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളും കാണുമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രശംസിക്കുക. ഉണ്ടാക്കി തന്നത് കൊള്ളാം, നല്ലതാണ്, പക്ഷേ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പറയണം, നീ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ, നമ്മൾ ഓംപ്ലേറ്റ് അല്പം ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ നാളെ അത് ക്ലിയർ ആകും. വഴക്കില്ല, വയ്യാവേലിയില്ല, പ്രഷറില്ല. വേദോസം പറയുന്നു, ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു, മക്കൾ അവളെ പുകഴ്ത്തുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് സാമർഥ്യമുള്ള ഭാര്യയുടെ ജീവിതത്തിലെ നന്മയാണ് മക്കൾ അവളെ പുകഴ്ത്തും, ഭർത്താവ് പ്രശംസിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സാമർഥ്യത്തോടെ നാം വേല ചെയ്താൽ, സാമർഥ്യത്തോടെ നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ, സാമർഥ്യത്തോടെ വീട്ടുകാര്യം നോക്കിയാൽ നമുക്ക് പ്രശംസയുണ്ടാകും, നമുക്ക് പുകഴ്ചയുണ്ടാകും. മറന്നുപോകല്ലേ, ദൈവവും തൻ്റെ ദൂതന്മാരും നമ്മെ പുകഴ്ത്തു. മറക്കരുത്, ദൈവവും തൻ്റെ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ നമ്മെ പ്രശംസിക്കും, അവൻ നമ്മെ പുകഴ്ത്തുന്ന ഒരു ദിവസമുണ്ട്. കൊള്ള, എൻ്റെ മകൾ, എൻ്റെ മകൻ നന്നായി ഓടി, നന്നായി അധ്വാനിച്ചു, നല്ലതായിട്ട് ചെയ്തു, ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് നല്ല ദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീരുന്നത്, ഇതുപോലെ പ്രശംസ ഉണ്ടാകുന്നത്, ഇതുപോലെ പുകഴ്ച ഉണ്ടാകുന്നത് നീ ദൈവത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ മുൻപാകെ നീ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ ദൈവം നിന്നെ പുകഴ്ത്തുന്ന ഒരു സമയം വരും. നിന്റെ മക്കൾ നിന്നെ പുകഴ്ത്തിയില്ലെങ്കിലും, നിന്റെ ഭർത്താവ് നിന്നെ പുകഴ്ത്തിയില്ലെങ്കിലും, ഞാൻ ഒരു കാര്യം പറയാ, ആരും നിന്നെ പുകഴ്ത്താനില്ലെങ്കിലും സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗം നിന്നെ പുകഴ്ത്തുന്ന ഒരു ദിനം വരുമെന്ന് മറന്നു പോകരുത്. ഇന്ന് ലോകത്ത് ആരും നിന്നെ പ്രശംസിക്കാൻ ഇല്ല എന്ന് വരാ, എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്നെ പ്രശംസിക്കുന്ന ഒരുവൻ നമുക്ക് അടുക്കൽ ഉണ്ട്. അവൻ ഒരു നാൾ നിന്നെ പ്രശംസിക്കും. അന്ന് നീ വാടാത്ത കിരീടം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അനേകർ നോക്കി
നോക്കി കളിയാക്കിയുടെ മുൻപിൽ നിന്നെ പ്രശംസിക്കുന്ന സ്വർഗീയ സൈന്യമുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്, സ്വർഗത്തിലെ സാറാപ്പുകളുണ്ട്, സ്വർഗത്തിലെ അതേ മാലാകമാരുണ്ട്. നിന്നെ വാഴ്ത്തുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിന്നെ പ്രശംസിപ്പാൻ ഈ ലോകത്തിൽ ഒരുപക്ഷെ ഇന്ന് ആരുമില്ലാതിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഒരുപക്ഷെ പ്രശംസില്ലായിരിക്കുക, മക്കൾ ഒരുപക്ഷെ നിന്നെ പുകഴ്ത്തിയില്ലായിരിക്കുക. എന്നാൽ നീ ഭാരപ്പെടണ്ട. നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിന്നെ പ്രശംസിക്കുക. അവനാണ് നിന്റെ പ്രശംസ, അവനാണ് നിന്റെ പ്രശംസ, അവനായിരിക്കണം നിന്റെ പുകഴ്ച. വേദപുസ്തകം പറയുന്നു, ദൈവമാണ് നിന്റെ പുകഴ്ച, ദൈവമാണ് നിന്റെ ഉയർച്ച. ആ ദൈവത്തെ മറക്കരുത്. സാമർത്ഥ്യത്തോടെ വേല ചെയ്യ്, സാമർത്ഥ്യത്തോടെ മുന്നോട്ട് പോക. അതെ, മടുത്തു പോകരുത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥനയോട്, ആരാധനയോട് അതേ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ, ദൈവം നമ്മെ ഒരുക്കുവാൻ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. 4-5 കൂട്ടരെ ഞാൻ പറഞ്ഞു. ഏത് ഗ്രൂപ്പിലാണ് ഞാനും നിങ്ങളുമെന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്ക്. ഏത് ഗ്രൂപ്പിൽപ്പെട്ടവര്? ജ്ഞാനത്തിന്റെ ഗ്രൂപ്പിലോ, ഇന്ന് പകൽക്കാലം അതോ പോഷത്വത്തിന്റെ ഗ്രൂപ്പിലോ, സ്വൈരമായിരിക്കുന്ന അതേ ചിന്തയില്ലാതിരിക്കുന്ന ആ കൂട്ടത്തിലാണോ ഇന്ന് നീ ആയിരിക്കുന്നതെങ്കിൽ കാഹളം ധ്വനിക്കാൻ സമയമായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെ എവിടെയായി കണ്ടു തുടങ്ങുമ്പോഴും നീ സ്വൈരമായിരിക്കല്ലേ, സ്വൈരമായി കിടന്നുറങ്ങല്ലേ, നീ എഴുന്നേൽക്കുക. ദൈവം നമ്മോട് പറയുന്നു, നീ എഴുന്നേൽക്കണം. എന്തിനാ? അതേ, കർത്താവിന്റെ വരവ് ഇത് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു പ്രശംസ നമുക്ക് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും, ഭർത്താവ് നിന്നെ പുകഴ്ത്തിയില്ലെങ്കിലും, ആരും നിനക്ക് പുകഴ്ത്തുവാനില്ലെങ്കിലും, എൻ്റെ അപ്പൻ നിന്നെ പുകഴ്ത്തു. നീ സാമർത്ഥ്യത്തോടെ വേല ചെയ്യുക, കർത്താവിന് വേണ്ടി സാമർത്ഥ്യത്തോടെ പ്രവർത്തിക്കുക, സാമർത്ഥ്യത്തോടെ അധ്വാനിക്കുക. ദൈവം നിന്നെ പുകഴ്ത്തു. സഹോദരിമാരെ, പ്രിയ പിതാക്കന്മാരെ, മാതാപിതാക്കളെ, കുടുംബങ്ങൾ തകർന്നു പോകാൻ ശത്രു പല തരത്തിലും നിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, ഉപായത്താൽ അതേ പ്രിയപ്പെട്ട സാറയെ ചതിച്ചത്, ഹൗവയെ ചതിച്ചതുപോലെ, ഉപായത്താൽ പാമ്പ്, സർപ്പ് ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാതിരിപ്പാൻ നിങ്ങളുടെ ജീവിതം ദൈവവുമായി അടുത്തിരിക്കുന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാരുമായി അതേ യോജിച്ചിരിക്കുക, അടുത്തിരിക്കുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ചോടുക. അതാണ് ദൈവത്തിന്റെ മുമ്പിൽ വിജയം എന്ന് ഞാൻ പറയട്ടെ. സഭാപ്രസംഗി പറഞ്ഞെന്താ? ഒറ്റയ്ക്ക് നടക്കാതെ രണ്ടുപേരുമായിരുന്നാൽ മുപ്പിരിച്ചരട് അറ്റുപോകത്തില്ല. അതിന് ആത്മീയ സത്യമുണ്ട്, ആത്മീയ അർത്ഥമുണ്ട്. മുപ്പിരിച്ചരട് പരിശുദ്ധാത്മാവിന്റെ ബന്ധമാണ്. അത് ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഒറ്റയ്ക്ക് നടന്നാൽ ഒത്തിരി വേഗം നമുക്ക് നടക്കാൻ പറ്റും. എന്നാൽ ഒരുമിച്ച് നടന്നാൽ ഒത്തിരി ദൂരം നടക്കാൻ നമുക്ക് പറ്റും. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കേ, ഒറ്റയ്ക്ക് നടന്നാൽ ഒത്തിരി വേഗം നമുക്ക് കൈവീശി നടക്കാം. എന്നാൽ രണ്ടുപേർ ഒരുമിച്ച് നടന്നാൽ വേഗം നടക്കണ്ട, പക്ഷെ ഒത്തിരി ദൂരം നമുക്ക് നടക്കാൻ, പക്ഷെ ക്ഷീണിക്കത്തില്ല. ഭാര്യ ഭർത്തൃ ബന്ധം അറ്റുപോകാതെ സൂക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മക്കൾ എഴുന്നേറ്റ് ഭാഗ്യവതി എന്ന് പുകഴ്ത്തുവാൻ അവരെ സ്വന്തം ഭർത്താക്കന്മാർ ഭാര്യമാരെ പ്രശംസിക്കുന്ന ആ ലെവലിലേക്ക് നമ്മുടെ സഭ കയറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ പ്രശംസിക്കട്ടെ, ദൈവം നമ്മെ ഭാഗ്യവതി എന്ന് പറയിപ്പിക്കട്ടെ. അതിനായി സ്വർഗം നമ്മെ ഇന്ന് പകൽ പ്രയോജനമുള്ളതായി മാറ്റുവാൻ എല്ലാ കണ്ണുകളെ അടച്ചു കർത്താവിന്റെ മുമ്പിൽ ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞോട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും ഓടിയിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, പലപ്പോഴും സ്വന്തം കുടുംബം മറന്നുപോയിട്ടുണ്ട്. ഭർത്താവിനെ മറന്നുപോയി, മക്കളെ മറന്നുപോയി, ഭാര്യയെ മറന്നുപോയി, തലമുറകളെ മറന്നുപോയി. അങ്ങനെ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കരുത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വരാ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറി ദൈവത്തിലേക്ക് മടങ്ങി വരാൻ. നമ്മളെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വീട്ടുകാരെ മറക്കല്ലേ. നമ്മൾ പലപ്പോഴും ജോലി തിരക്കേറുമ്പോൾ പലതും മറന്നു പോകാം. ഭാര്യ കഴിച്ചോ എന്ന് ഭർത്താവ് ചോദിക്കണം, ഭർത്താവ് കഴിച്ചോ എന്ന് ഭാര്യ ചോദിക്കണം. ഇന്ന് പകൽക്കാലം പറയട്ടെ,
നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം, അടുത്തൊരു സീസണിന്റെ ലെവലിലേക്ക് നമ്മുടെ സഭ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ മാറാൻ പോകുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചകൾ മാറാൻ പോകുകയാണ്. കുടുംബത്തിന്റെ ഉയർച്ച കാണുമ്പോൾ ശത്രുക്കൾ പലപ്പോഴും പല്ല് കടിച്ച് ഉരുകി പോകത്തക്ക നിലയിൽ നിന്റെ കുടുംബ സ്നേഹ ബന്ധങ്ങൾ ഉലയാനല്ല ദൈവം നിന്നെ കൂട്ടിച്ചേർത്തത്. അതെ, നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ. ഞാൻ പറഞ്ഞ വാക്ക് മറന്നു പോകല്ലേ. ഒറ്റയ്ക്ക് നടന്നാൽ ഒത്തിരി ദൂരം നടക്കാൻ പറ്റും. എന്നാൽ ഒറ്റയ്ക്ക് നടന്നാൽ ഒത്തിരി വേഗം നമുക്ക് നടക്കാൻ പറ്റും. ഒരുമിച്ച് നടന്നാൽ ഒത്തിരി ദൂരം നടക്കാം. എന്താ, ക്ഷീണിക്കത്തില്ല. രണ്ടുപേർ പരസ്പരം സംസാരിച്ചും ഒരുപാട് ദൂരം പോകുന്നത് അറിയത്തില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കൈവീശി വേഗത്തിൽ നടക്കാൻ പറ്റും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് മുപ്പിരിച്ചരടറ്റു പോകാതെ ദൈവം നമ്മെ കൂട്ടിയിണക്കിയിരിക്കുന്ന അതേ ബന്ധങ്ങൾ വിട്ടുപോകാതെ, ഒരു ശാരീരിക ബന്ധം മാത്രമല്ല, കുടുംബ ബന്ധം, അസ്ഥി തമ്മിലുള്ള ബന്ധമാണ്. അതെ, ദൈവത്തിന്റെ മക്കളെ ദൈവം നമ്മെ യോജിപ്പിച്ചത്, ദൈവം നമ്മെ കൊണ്ടുവന്ന് അതെ ഒരുമിപ്പിച്ചത് അസ്ഥി തമ്മിലുള്ള ബന്ധമാണ്. അതെ, നമുക്കറിയാം, ആദാമിനെ ഗാഢനിദ്ര വരുത്തി ആദാമിന്റെ അസ്ഥിയെടുത്ത് ഒരു നാരി ഉണ്ടാക്കിയെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അസ്ഥിയുള്ള ബന്ധമാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അറ്റുപോകുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധമെങ്കിലും ആ ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഇതുവരെ നമ്മെ അതേ പല ബന്ധങ്ങളെയും ദൈവം നമുക്ക് തന്നത്. ഇളയതും മൂത്തതും സഹോദരങ്ങൾ എന്നുള്ള ബന്ധം അറ്റുപോകുന്ന ബന്ധമല്ല, മറന്നുപോകല്ലേ. അത് അറ്റുപോകുന്ന ബന്ധമല്ല, അത് രക്തബന്ധമാണ്. ഈ ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധം രക്തബന്ധമല്ല, അറ്റുപോകുന്ന ബന്ധമാണ്. എന്നാൽ ഞാൻ ഒന്ന് പറയാ, അറ്റുപോകുന്ന ബന്ധത്തിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് കിട്ടിയത്. മറന്നുപോകരുത്. ഈ ബന്ധങ്ങൾ എങ്ങനെ കിട്ടി? അറ്റുപോകുന്ന ബന്ധത്തിലൂടെ ഈ ബന്ധങ്ങളെല്ലാം ദൈവം നമുക്ക് ഊട്ടി ഉറപ്പിച്ചു തന്നു. ഹല്ലേലൂയ. എനിക്ക് ഈ ബന്ധം, അത് അറ്റുപോകുന്ന ബന്ധത്തിലൂടെ ഈ ബന്ധത്തെ തന്നു. ഈ ബന്ധത്തിലൂടെ അറ്റുപോകുന്ന മറ്റൊരു ബന്ധത്തെ ദൈവം കൂട്ടിച്ചേർത്തു. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, അറ്റുപോകുന്ന ബന്ധമാണ് ഭാര്യ ഭർത്താവ് ബന്ധമെങ്കിലും അറ്റുപോകുന്ന ബന്ധത്തിലൂടെയാണ് ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് പകൽ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. പല കുടുംബങ്ങൾ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നു, അവർ പോയി, എന്റെ വീട്ടുകാരി പോയി, വീട്ടുകാരൻ പോയി. എന്താ കാരണം? അവിടെ പരസ്പരം താഴ്മയില്ല, അവർക്ക് പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സില്ല, അവർക്ക് പരസ്പരം അതേ വിശ്വസിക്കാനുള്ള അതേ മനസ്സില്ല. ഭാര്യയുടെ ഹൃദയം ഭർത്താവ് വിശ്വസിക്കുന്നില്ല, ഭർത്താവിന്റെ ഹൃദയം ഭാര്യ വിശ്വസിക്കുന്നില്ല. കുടുംബങ്ങൾ ഉലയുകയാണ്, തകരുകയാണ്, ബന്ധങ്ങൾ പോകുന്നു. പല പല ഉന്നത ബന്ധങ്ങൾ, എത്രയെത്ര കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ നമ്മൾ നോക്കിയാൽ ഉന്നത നിലയിൽ അതേ നല്ല ഉന്നതമായി അതേ പ്രിയപ്പെട്ടവരെ പണമുള്ള അതേ ലോകത്തിൽ അറിയപ്പെടുന്ന എത്രയോ ഉന്നതന്മാർ അതേ വെള്ളിത്തിരകളിൽ വെട്ടിത്തിളങ്ങിയ എത്രയോ പേർ കുടുംബങ്ങളെ ഛേദിച്ച് വിച്ഛേദിക്കപ്പെട്ടവരായി ഇന്ന് ഭാരതത്തിൽ കഴിയുമ്പോൾ, ലോകരാജ്യങ്ങളായിരിക്കുമ്പോൾ വചനം പറയുന്നു, അതേ ഭാര്യ ഭർത്താവ് ബന്ധം അറ്റുപോകുന്നതാണെങ്കിലും അറ്റുപോകുന്ന ബന്ധത്തിലൂടെ സകല ബന്ധങ്ങളും നൽകുന്നത് ഈ ബന്ധത്തിലൂടെയാ. മറന്നുപോകല്ലേ. ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം താഴുക, പരസ്പരം ബഹുമാനിക്കുക. മക്കൾ മാതാപിതാക്കളെ പുകഴ്ത്തിയതുപോലെ അതേ ഭർത്താവ് ഭാര്യയെ പ്രശംസിച്ചതുപോലെ, അവൾ ചെയ്ത പലപ്പോഴും മണ്ടത്തരമായിരിക്കാം, അവൾ ചെയ്ത ബലഹീനമായ കാര്യമായിരിക്കാം, എങ്കിലും അവളോട് ക്ഷമിക്കാൻ, അവളെ ഒന്ന് പുകഴ്ത്താൻ, അവളെ ഒന്ന് പ്രശംസിക്കാൻ നീ മനസ്സ് വെച്ചാൽ കുടുംബ ബന്ധങ്ങൾ തകരത്തില്ല, കുടുംബ ബന്ധങ്ങൾ ഉലയത്തില്ല. ഇന്ന് പകൽക്കാല കുടുംബങ്ങൾ മടങ്ങി വരട്ടെ, തകർന്ന കുടുംബങ്ങൾ മടങ്ങി വരട്ടെ, യേശുവിലേക്ക് തിരിച്ചു വരട്ടെ, കർത്താവിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹൃദയങ്ങളെ അല്ല, വസ്ത്രങ്ങളെ കീറി ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ ഏൽപ്പിക്കുക, ഒരു നല്ല ബന്ധത്തിലൂടെ ഒരു നല്ല കുടുംബജീവിതം നയിക്കപ്പെടാൻ, സ്വന്തം ഭർത്താവിനെന്ന പോലെ, സ്വന്തം അതേ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ. ആ വ്യക്തി പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന
സ്നേഹിക്കുന്നവൻ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ സ്വന്തം ഭർത്താവ് എന്നോട് എന്ത് പറയുന്നുവോ അത് ഞാൻ അംഗീകരിപ്പാൻ, അത് ഞാൻ സ്നേഹിപ്പാൻ, സ്നേഹത്തോടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അനുസരിപ്പാൻ ദൈവാത്മാവേ ഇന്ന് പകൽ എന്നെ സഹായിക്കണമേ. എഴുന്നേൽക്കാം. ഓ, ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ചിന്തിച്ച് പരിശോധിക്കാം. നമ്മുടെയൊക്കെ ആയുസ് കുറെ നാള് മാത്രമേ ഉള്ളൂ. കുടുംബ ജീവിതം, മാനുഷിക ജീവിതം എന്ന് പറയുന്നത് മോശയുടെ കണക്കിൽ പറഞ്ഞാൽ 70 ഏറെയായാൽ 80 വർഷം മാത്രമാണ്. പ്രിയമുള്ളവർ, ഇതിലൊക്കെയും ഘട്ടവും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം എത്രയോ പ്രാവശ്യം കുടുംബങ്ങൾ ഉലഞ്ഞു പോകാമായിരുന്നു, ബന്ധങ്ങൾ തകരാമായിരുന്നു. എത്ര പ്രാവശ്യം അതേ പിശാച് പത്രോസിന്റെ അടുക്കൽ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞതുപോലെ, പത്രോസിനെ പാറ്റിക്കളയാൻ യേശുവിനോട് അനുവാദം ചോദിച്ചതുപോലെ കുടുംബങ്ങളെ തകർത്ത് കളയാൻ, ബന്ധങ്ങളെ ഉടച്ചു കളയാൻ, ബന്ധങ്ങളെ മുറിച്ചു കളയാൻ എത്രയോ പ്രാവശ്യം തമ്പുരാന്റെ അടുക്കൽ സാത്താൻ ചെന്ന് ചോദിച്ചു കാണും. ഈ ബന്ധം ഞാൻ മുറിക്കട്ടോ, ഈ കുടുംബത്തെ ഞാൻ കൈക്കലാക്കട്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാ, എന്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചതിനാൽ മാത്രമാണ് ഇന്ന് നീ ജീവിച്ചിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ദൈവത്തോട് കരഞ്ഞാട്ട് പ്രാർത്ഥിച്ചാട്ട് എത്ര പ്രാവശ്യം ഞാൻ ഉലഞ്ഞ പോകാമായിരുന്നു, എത്രയോ പ്രാവശ്യം തകർന്നു പോകാമായിരുന്നു. കർത്താവേ, ഇന്ന് പകൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എന്റെ ഭർത്താവിനെ നന്നായി നോക്കാൻ, എന്റെ ഭാര്യയെ നല്ലപോലെ സ്നേഹിപ്പാൻ, എന്റെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ സ്നേഹിച്ച് അത് ലാളിച്ച് പരിപാലിച്ച് വളർത്താൻ ദൈവം ഞങ്ങളെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ താലന്തുകളെ, ആ മുത്തുകളെ നല്ലതുപോലെ അത് പരിപാലിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുക. വായി തുറന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നൊരു സാമർത്ഥ്യമുള്ള ഭാര്യയാക്കി മാറ്റണം. ദൈവം എന്നെ ഒരു സാമർത്ഥ്യമുള്ള ഒരു ഭാര്യയാക്കി മാറ്റണമേ. സഹോദരിമാരെ, കരഞ്ഞാട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന്റെ ഉപദേശം മറക്കരുത്. ഇന്ന് പകൽക്കാലം ആ 31 അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്ന അമ്മയുടെ ഉപദേശം എന്നാണ്. ഇന്ന് പകൽക്കാല ഉപദേശമാണ്. ഇന്ന് പകൽക്കാല ഒരു പ്രസംഗമല്ല ഞാൻ ചെയ്തത്. ഇന്ന് പറഞ്ഞതായ വചനം നിനക്ക് ഉപദേശമായിട്ട് അതിനെ സ്വീകരിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വീകരിക്കേ. നിന്റെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമാണ്, അതൊരു ഐശ്വര്യമാണ്. നിന്റെ കുടുംബത്തിന് അതൊരു ഉയർച്ചയായി മാറും. അതൊരു ഉയർച്ചയായി മാറും. കൊണ്ട് ഒരു നിമിഷം കണ്ണുകളിലൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരാം. പലപ്പോഴും എന്റെ തിരക്കിനിടയിൽ ഞാൻ പലതും മറന്നിട്ടുണ്ട്. പലപ്പോഴും എന്റെ തിരക്കിനിടയിൽ ഞാൻ പലപ്പോഴും വിട്ടുകളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എന്റെ തിരക്കേറിയ ഓട്ടത്തിനിടയിൽ പലതും ഞാൻ മറന്നുപോയിട്ടുണ്ട്. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. ചിലതെല്ലാം കീഴ്പ്പെടാൻ കഴിയാതെ ഞാൻ പലപ്പോഴും കീഴ്പ്പെടുത്തുമെന്ന് ചിന്തിച്ചതാണ്. കീഴ്പ്പെടാൻ കഴിയാതെ, അതേ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തെ പലപ്പോഴും ഞാനാണ് ശരിയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി, എന്റെ പോക്കാണ് ശരി, ഞാൻ ജീവിച്ചതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് പലപ്പോഴും അതേ നമ്മൾ സ്വയം അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വായി തുറന്ന് കർത്താവിനോട് കരയാൻ തുടങ്ങാം. വേദപുസ്തകം പറയുന്നു, അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കും. ഇന്ന് പകൽക്കാലം എതിർത്തു നിൽക്കാൻ ഇടവരാതെ അതേ പിശാചിനോട് എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്, അതേ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ചൊല്ലുക. നിഗളികളോട് എപ്പോഴും ദൈവം എതിർത്തു നിൽക്കേയുള്ളൂ. പോഷത്വമായതല്ല ഇന്ന് പകൽക്കാലം വിട്ടുകളയാ. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും പലതും ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മീഡിയയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, പല നല്ല നല്ല കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞു പോകാൻ കാരണം ദൈവസന്നിധിയിൽ കീഴ്പ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ട്. ഭാര്യമാരെ, നിങ്ങളുടെ സ്വന്തം ഭർത്താവിന് കീഴ്പ്പെട്ടിരിപ്പി. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ കയ്പായിരിക്കരുത്. ഇന്ന് പകൽക്കാലം ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, കൈപ്പേറിയ അനുഭവങ്ങൾ വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വരാം. ആ കൈപ്പേറിയ അനുഭവം വരുമ്പോഴും അതിനകത്ത് പരസ്പരം ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാൻ, അതേ മനസ്സ് വയ്ക്കാൻ മനസ്സുണ്ട്. കർത്താവ് പറയുകയാണ്, പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിപ്പീൻ.
കർത്താവ് ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പലതും ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും ദൈവം നമ്മെ സഹായിക്കേണ്ടത് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.